പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശ്രീവാസുദേവാഷ്ടകം എന്ന കൃതിയിലെ 5-ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മഞ്ജീരമഞ്ജു മണ്ണിശിഞ്ചിതപാദപത്മ കഞ്ചായതാക്ഷകരുണാകര കഞ്ചനാഭ സഞ്ജീവനൗഷധസുധാമയ സാധുരമ്യ ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ. മഞ്ജീരമഞ്ജുമണ്ണിശിഞ്ചിതപാദപത്മ കഞ്ചായതാക്ഷകരുണാകര കഞ്ചനാഭ സഞ്ജീവനൗഷധസുധാമയ സാധുരമ്യ ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ. മഞ്ജീരം കാൽച്ചിലമ്പ്, മഞ്ജീര ശിഞ്ചിതം കാൽച്ചിലമ്പൊലി. കഞ്ചം താമരയാണ്. കഞ്ചായതാക്ഷ താമരക്കണ്ണ. കഞ്ചനാഭ നാഭിയിൽ താമരയുള്ളവനെ പത്മനാഭ. സഞ്ജീവന ഔഷധ പുനർജീവന ഔഷധമേ. സുധാമയ അമൃതസ്വരൂപനെ. സാധുരമ്യ സാധുജനങ്ങളെ രമിപ്പിക്കുന്നവനെ. ശ്രീഭൂപതേ ലക്ഷ്മി സമേതനായ ഭൂപതേ ഹരഹരേ സകലാമയമ്മേ. ഹരഹരനെ എൻ്റെ സർവദുഃഖങ്ങളും ശമിപ്പിച്ചാലും. ഹൃദയഹാരിയായ മണിനാദം പുറപ്പെടുവിക്കുന്ന കാൽച്ചിലം പണിഞ്ഞവനെ താമരാക്ഷ കരുണാകര കഞ്ചനാഭ പുനരുജ്ജീവനൗഷധ സ്വരൂപം കൊണ്ട് വിരാജിക്കുന്നവനെ അമൃതസ്വരൂപ സാധുരമ്യ ശ്രീഭൂപതേ ഹരഹരേ എൻ്റെ എല്ലാ ആമയങ്ങളും ഇല്ലാതാക്കി തീർത്താലും. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ വാച്യാർത്ഥം. ഹൃദയഹാരിയായ മണിച്ചിലമ്പൊലിനാദം പുറപ്പെടുവിക്കുന്ന പാദപത്മങ്ങളോടുകൂടിയവനെ എന്ന സംബോധനയോടുകൂടിയാണ് ഈ ശ്ലോകം സമാരംഭിക്കുന്നത്. ഐശ്വര്യദേവിയായ ലക്ഷ്മിയുമൊത്ത് വിഷ്ണു നടനമാടുമ്പോൾ ധ്വനിക്കപ്പെടുന്ന മണിച്ചിലമ്പൊലിയെ ആണിവിടെ വർണ്ണിച്ചിരിക്കുന്നത്. പ്രപഞ്ച നാടകത്തെ ഹൃദ്യമായ നടന വിസ്മയങ്ങളുടെ ഭാവം നൽകി അവതരിപ്പിക്കുന്ന കലയിൽ വൈഷ്ണവ പ്രഭാവത്തിനുള്ള വൈഭവമാണിവിടെ വാഴ്ത്തപ്പെട്ടിരിക്കുന്നത്. സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ലോകവാഴ്വിലെ ഋണാത്മകവും ഭയാനകവുമായ രംഗചിത്രീകരണങ്ങളൊന്നുമില്ലാതെ ധനാത്മകവും ആനന്ദദായകങ്ങളുമായ ഭാവനടനമാണ് ശ്രീഭൂപതീഭാവം പകർന്നാടുന്ന വിഷ്ണു നടത്തുന്നത്. സ്ഥൈതികതയിലെ ആനന്ദാനുഭവങ്ങളുടെ നൈരന്തര്യത്തെയാണ് വൈഷ്ണവ നടനമായി ഭാവന ചെയ്തിരിക്കുന്നത്. സമൃദ്ധിയുടെയും ഐശ്വര്യപൂർണതയുടെയും നിറവിനെയാണ് വൈഷ്ണവ നടനം പ്രതീകവൽക്കരിക്കുന്നത്. കഞ്ചായതാക്ഷ കരുണാകര കഞ്ചനാഭ എന്ന വരിയിൽ വിഷ്ണുവിനെ താമരക്കണ്ണനും പത്മനാഭനും കരുണാകരനുമായി ഭാവന ചെയ്തിരിക്കുന്നു. താമര ഹൃദയപ്രതീകമായ ഒരു കാവ്യബിംബമാണ്. താമരക്കണ്ണുകളെ ജ്ഞാനനേത്രങ്ങളായി വ്യാഖ്യാനിക്കാവുന്നതാണ്. വിശ്വാവലോകനത്തെ സാധിതമാക്കി തീർക്കാൻ പര്യാപ്തമായ ദർശനക്ഷമതയുള്ള കണ്ണുകളാണ് വിഷ്ണുവിൻ്റെ താമരക്കണ്ണുകൾ. സ്ഥൈതികതയിലെ ഭാവാന്തരങ്ങളും രൂപാന്തരങ്ങളുമാണ് സൃഷ്ടികളായും പോയിമറയലുകളുമായും നമുക്ക് അനുഭവപ്പെടുന്നത്. ആവിർഭാവ തിരോഭാവങ്ങളും ജനന മരണങ്ങളുമെല്ലാം
പ്രതീതികൾ മാത്രമാകുന്നു എന്ന ഭാരതീയ ദാർശനിക തത്വമാണ് വിഷ്ണുവിൻ്റെ അവതാര കഥാരൂപത്തിൽ അന്യാപദേശമറയിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സ്ഥൈതിക നൈരന്തര്യത്തിൻ്റെ അനിവാര്യതകളിൽ ഒന്നാണ് ശിഷ്ടപരിപാലനാർത്ഥമുള്ള ദുഷ്ടസംഗ്രഹം. വിശ്വത്തെ മുഴുവൻ നോക്കിക്കാണുവാൻ ശേഷിയുള്ള വിഷ്ണുവിൻ്റെ താമരക്കണ്ണുകളെ ഈ അനിവാര്യതയുടെ പ്രതീക സൂചകമായ കാവ്യബിംബമായി വ്യാഖ്യാനിക്കാവുന്നതാണ്. കഞ്ചനാഭൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം നാഭിയിൽ താമരയുള്ളവൻ എന്നാണ്. വിഷ്ണു നാഭിയിൽ വിടർന്നു നിൽക്കുന്ന താമരയിൽ ബ്രഹ്മാവ് ഉപവിഷ്ടനായിരിക്കുന്നു എന്നാണ് കാവ്യകൽപ്പന. ബ്രഹ്മാവ് സൃഷ്ടികർത്താവായും ജ്ഞാനദേവനായും വാഴ്ത്തപ്പെടുന്നു. വിഷ്ണുകൃതമായ ദുഷ്ടജന നിഗ്രഹം സ്ഥൈതിക പാലനാർത്ഥം ഒഴിച്ചുകൂടാനാവാത്ത സൃഷ്ടിന്മുഖ സംഹാരമാകുന്നു എന്നും സമഷ്ടിതല ജീവകാരുണ്യമാണ് അതിനു പിന്നിലുള്ള പ്രേരണാശക്തി എന്നും താത്വികമായി വ്യാഖ്യാനിച്ചറിയണം എന്ന സന്ദേശമാണ് വിഷ്ണുനാഭിയിലെ താമരയിൽ ഉപവിഷ്ടനായ ബ്രഹ്മാവ് നൽകുന്നത്. സഞ്ജീവനൌഷധ സുധാമയ സാധുരമ്യ എന്നാണ് ശ്ലോകത്തിൻ്റെ 3-ാമത്തെ വരിയിൽ വിഷ്ണു വാഴ്ത്തപ്പെട്ടിരിക്കുന്നത്. മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കുന്ന ഔഷധമാണ് സഞ്ജീവനൌഷധം. സാധാരണ വ്യവഹാര ഭാഷയിലുള്ള മരണമെന്നർത്ഥമല്ല ഈ സന്ദർഭത്തിൽ മരണപദത്തിനുള്ളത്. ആത്മതേജോപ്രകാശം നശിച്ചവരും പ്രജ്ഞയുണരാത്തവരുമായ ആളുകളെ ജ്ഞാനപ്രകാശത്താൽ ജീവിതത്തിന് നവാർത്ഥങ്ങളുണ്ടാക്കിക്കൊടുക്കുന്ന ജ്ഞാനസ്വരൂപതയോടുകൂടിയതാകുന്നു വിഷ്ണു തത്വം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. സുധാമയൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം സനാതന ജ്ഞാനാമൃത സ്വരൂപതയോടുകൂടിയവൻ എന്നാണ്. സാധുതയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടു ജീവിക്കുന്നവരെ ആനന്ദിപ്പിക്കുന്ന പ്രഭാവസ്വരൂപനാണ് സാധുരമ്യൻ. ഈ വിശേഷണങ്ങളിലെല്ലാം വിഷ്ണുവിനെ ജ്ഞാനസ്വരൂപനായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇപ്പറഞ്ഞ പ്രകാരങ്ങളിലെല്ലാം വിരാജിക്കുന്ന വിഷ്ണുവിനോട് എല്ലാ ആമയങ്ങളും ഇല്ലാതാക്കിത്തരുമാറാകണമേ എന്നാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം പുലരട്ടെ.